ഹലോ, നമ്മളിന്ന് ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രീസ് ഇടുക നോക്കി. പിന്നെ അതിന് മുന്നത്തെ സെഷനിൽ നമ്മൾ കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂ, പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇല്ലസ്ട്രേഷൻസ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്? നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സും, പിന്നെ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ പ്രീമിയം എന്തെങ്കിലും പേ ചെയ്യണമെങ്കിൽ അത് ലോസായിട്ട് ട്രീറ്റ് ചെയ്യും. ഇത് കമ്പനീനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ലോസ് ആണ് അല്ലേ. ക്യാപിറ്റൽ ലോസ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇപ്പോൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിക്കണം. ഇത് എത്രയും പെട്ടെന്ന് കമ്പനി റൈറ്റ് ഓഫ് ചെയ്യണം. അതായത് ഈ ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കമ്പനി റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂവും ലോസ് ഓൺ ഇഷ്യൂ രണ്ടും രണ്ട് ടേമാണ്, രണ്ട് ഐറ്റംസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് ഹെഡാണ്. പക്ഷേ രണ്ടിൻ്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓരോ വർഷവും P&L-ലേക്ക് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവണായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാം. അതായത് സപ്പോസ് ഒരു കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു. കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ 1000 rupees ഡിസ്കൗണ്ട്. 1000 rupees ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസിലാണ് ഇഷ്യൂ ചെയ്തത്. അത് ഡിബെഞ്ചേഴ്സ് 10 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്യണം അല്ലെങ്കിൽ റീപേ ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ ആയിരിക്കണം. അതായത് ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ടോട്ടൽ ഡിസ്കൗണ്ട് ഓർ ലോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ്. അതായത് എത്രയാണോ ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, നമ്മുടെ ഈ ഇല്ലസ്ട്രേഷനിൽ 1000 rupees ആണ് അല്ലേ. 1000 എത്ര വർഷം കഴിഞ്ഞിട്ട് റിഡീം ചെയ്യേണ്ട അല്ലെങ്കിൽ റീപേ ചെയ്യേണ്ട? 10 years അല്ലേ. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 10, അതായത് ₹100 കിട്ടും. ഓരോ വർഷവും 100 രൂപ വെച്ച് റൈറ്റ് ഓഫ് ചെയ്യണം. 100 രൂപ വെച്ച് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഈ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം എന്ന് പറഞ്ഞു അല്ല. ഈ 1000 rupees ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവും അല്ലേ, ഈ 1000 rupees. അപ്പോൾ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്തു. ആദ്യത്തെ വർഷം 100 rupees റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എത്രയാവും? ഡിസ്കൗണ്ട് 900 ആവും അല്ലേ. പിന്നത്തെ വർഷം റൈറ്റ് ഓഫ് ചെയ്തു 100 rupees, അപ്പോൾ 800 ആവും. അങ്ങനെ 10ാമത്തെ വർഷം വരുമ്പോൾ ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ 1000 രൂപ അവിടെ ഉണ്ടാവില്ല, എലിമിനേറ്റ് ചെയ്യും, നില്ലാവും അല്ലേ. അങ്ങനെ ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. ഇതെപ്പോഴേ നടക്കുകയുള്ളൂ? ഒരു സ്പെസിഫിക് പീരീഡിൽ മുഴുവൻ എമൗണ്ടും, അതായത് ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സ് മുഴുവൻ ഒരു സ്പെസിഫിക് പീരീഡിൻ്റെ എൻഡിലാണ് റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ റീപേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സിറ്റുവേഷൻ അനുസരിച്ച്. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൈമിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പറയും ഓരോ വർഷവും ഇത്ര എമൗണ്ട് വെച്ച് റീപേ ചെയ്യണം. സപ്പോസ് 5 lakh ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു, 5 lakh rupees ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഇപ്പോൾ ടേംസ് ഓഫ് ഇഷ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ 1,00,000 രൂപ വെച്ച് ഓരോ വർഷവും റീപേ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വർഷം 1,00,000 കൊടുത്തു. അപ്പോൾ ആദ്യത്തെ വർഷം ഇനി ബാക്കി എത്രയുണ്ട് ഡിബെഞ്ചേഴ്സ്? 4 lakh അല്ലേ. രണ്ടാമത്തെ വർഷം വരുമ്പോൾ വീണ്ടും 1,00,000 കൊടുത്തു. അപ്പോൾ 4 lakh ഉണ്ടായിരുന്ന 3 lakh ആയി. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ ഡിബെഞ്ചേഴ്സ് എല്ലാം റീപേ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യും? എത്രയാണോ ഓരോ വർഷവും ഡിബെഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, ഡിബെഞ്ചേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യും. അതാണ് സെക്കൻഡ് മെത്തേഡ്. ജേണൽ എൻട്രി രണ്ട് മെത്തേഡിനും സെയിം തന്നെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ലോസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. എമൗണ്ടിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ആദ്യത്തെ മെത്തേഡിൽ എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. 100 ആണെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ 10 വർഷം. സെക്കൻഡ് മെത്തേഡിൽ അങ്ങനെയല്ല, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ആദ്യത്തെ വർഷം 40 രൂപയായിരിക്കാം, രണ്ടാമത്തെ വർഷം 30 രൂപയായിരിക്കാം, പിന്നെ 20, 10 അങ്ങനെ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെയും ജേണൽ എൻട്രി സെയിം തന്നെ, എമൗണ്ടിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. നമുക്ക് പ്രോബ്ലം ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടും. നമുക്ക് ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ നോക്കാം. On 1st January 2016, P Limited issued 4,014% debentures of ₹100 each at 10% repayable in 4 years by annual equal installment. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 4000 ഡിബെഞ്ചേഴ്സ് പി ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തു. 100 രൂപയാണ് ഒരു ഡിബെഞ്ചറിൻ്റെ ഫേസ് വാല്യൂ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് 100 രൂപയുടെ ഡിബെഞ്ചേഴ്സ് 10 രൂപ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതായത് 90 രൂപയാണ് അല്ലേ. ഈ ഡിബെഞ്ചേഴ്സ് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൽ റീപേ ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് റീപേ ചെയ്യണം.
അപ്പോൾ നമ്മൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സെക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഓരോ വർഷവും റീപേയ്മെൻറ്റ് നടക്കുന്നുണ്ട് ഡിബഞ്ചേഴ്സിൻ്റെ അല്ലേ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഗിവ് ജേണൽ എൻട്രീസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ, പിന്നെ ഷോ ഡിബഞ്ചർ അക്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ആൻഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 4000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. എത്ര രൂപയൊക്കെ? 10 രൂപ ഡിസ്കൗണ്ടിൽ, അതായത് 90 റുപ്പീസിലാണ്. 4000 ഇൻറ്റു 90 3,60,000. ഇനി ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10 രൂപയാണ് ഡിസ്കൗണ്ട്. 4000 ഇൻറ്റു 10 40,000 അല്ലേ. ടു 14% ഡിബഞ്ചർ ഫേസ് വാല്യൂ എപ്പോഴും വരുള്ളൂ. ഫേസ് വാല്യൂയിലാണ് ഡിബഞ്ചറിൻ്റെ കാര്യം വരുള്ളൂ. 4000 ഇൻറ്റു 100 4 lakh ആണ് ഇഷ്യൂ. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന്. ഡിബഞ്ചർ അക്കൗണ്ട് നമുക്ക് ജേണലിൽ നിന്ന് തന്നെ നോക്കി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ജേണലിൽ എന്താ പറഞ്ഞേക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു 14% ഡിബഞ്ചേഴ്സ്. അപ്പോൾ 14% ഡിബഞ്ചർ അക്കൗണ്ടിൽ എങ്ങനെ വരും? ബൈ ബാങ്ക് 3,60,000 ബൈ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് 40,000 അല്ലേ. അപ്പോൾ ബൈ ബാങ്ക് 3,60,000 വന്നു, ബൈ ഡിസ്കൗണ്ട് 40,000 വന്നു. ഇനി ആ വർഷം എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. എങ്ങനെ പറഞ്ഞേക്കുന്നത്? ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. എങ്ങനെ കണ്ടുപിടിക്കും? 4 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 ലക്ഷം റീപേ ചെയ്യണം. 4 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 lakh ഡിവൈഡഡ് ബൈ 4, അതായത് ഓരോ വർഷം 1 lakh വെച്ച് റീപേ ചെയ്യണം. റീപേ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞു വരും അല്ലേ. എത്ര? ടു ബാങ്ക് 1 lakh. ഇനി ബാലൻസ് എത്ര ഡിബഞ്ചർ കൊടുക്കാനുണ്ട്? റീപേ ചെയ്യാനുണ്ട്. 4 lakh ഉണ്ടായിരുന്നു, 1 lakh കൊടുത്തു. ബാലൻസ് ക്യാരിഡ് ഓൺ 3 lakh അല്ലേ. അത് അടുത്ത വർഷം ക്യാരി ഫോർവേഡ് ചെയ്തു. ബൈ ബാലൻസ് ബ്രോട്ട് ഓൺ 3 lakh. അടുത്ത വർഷം വീണ്ടും റീപേ ചെയ്തു 1 lakh. ബാലൻസ് എത്രയുണ്ട്? 2 lakh. അത് അടുത്ത വർഷം ക്യാരി ഫോർവേഡ് ചെയ്തു 2 lakh. ആ വർഷം വീണ്ടും 1 ലക്ഷം കൊടുത്തു. ബാലൻസ് എത്രയുണ്ട്? 1 ലക്ഷം ഉണ്ട്. ആ 1 ലക്ഷം വീണ്ടും ലാസ്റ്റ് ഇയർ 4ാമത്തെ വർഷം ക്യാരി ഫോർവേഡ് ചെയ്തു. ബൈ ബാലൻസ് ബ്രോട്ട് ഓൺ 1 lakh. ആ വർഷം അവസാനം എന്ത് ചെയ്തു? ഡിസംബർ 31 1 ലക്ഷം റീപേ ചെയ്തു. അപ്പോൾ മൊത്തം ഡിബഞ്ചേഴ്സ് 4 വർഷത്തിൽ എന്ത് ചെയ്തു? റീപേ ചെയ്തു അല്ലേ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആദ്യത്തെ ജേണൽ എൻട്രി തന്നെ നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു 14% ഡിബഞ്ചേഴ്സ് അല്ലേ. 14% ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എങ്ങനെ വരും? ടു 14% ഡിബഞ്ചേഴ്സ്. എത്രയാണോ ഡിസ്കൗണ്ട് അത് കൊടുക്കുക. ടു 14% ഡിബഞ്ചേഴ്സ് 40,000. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ. റൈറ്റ് ഓഫ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു സ്പെസിഫിക് ഇയറിൻ്റെ എൻഡിലല്ല മൊത്തം ഡിബഞ്ചേഴ്സ് നമ്മൾ റീപേ ചെയ്യുന്നത്. ഓരോ വർഷം 1 ലക്ഷം വെച്ച് റീപേ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചർ ബാലൻസ് എത്രയുണ്ടോ അതിൻ്റെ ബേസ് ചെയ്ത്. ഇവിടെ ആദ്യത്തെ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചർ ബാലൻസ് എത്രയുണ്ട്? 4 lakh അല്ലേ. വർക്കിംഗ് നോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ 4 lakh ഉണ്ട്. രണ്ടാമത്തെ വർഷം 1 ലക്ഷം കൊടുത്തു, ബാക്കി എത്രയുണ്ട്? 3 lakh ഉണ്ട്. മൂന്നാമത്തെ വർഷം 1 ലക്ഷം വീണ്ടും കൊടുത്തു, ബാക്കി 3 lakhൽ നിന്ന് 1 ലക്ഷം പോയാൽ 2 ലക്ഷം ഉണ്ട്. അവസാനത്തെ വർഷം 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം പോയാൽ 1 ലക്ഷം ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 lakh ഈസ് ടു 3 lakh ഈസ് ടു 2 lakh ഈസ് ടു 1 lakh, അതായത് 4:3:2:1. അപ്പോൾ ഈ റേഷ്യോയിൽ വേണം എന്ത് ചെയ്യാൻ? ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ. ഡിസ്കൗണ്ട് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? 40,000. അപ്പോൾ ആദ്യത്തെ വർഷം 4:2 റേഷ്യോയിൽ വേണം റൈറ്റ് ഓഫ് ചെയ്യാൻ. അതായത് 4/10. 4+3+2+1. 4+3 7, 7+2 9, 9+1 10. അപ്പോൾ 40,000 ഇൻറ്റു ആദ്യത്തെ വർഷം 4/10. 40,000 ഇൻറ്റു 4/10 എന്ന് പറഞ്ഞാൽ 16,000. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എങ്ങനെ വരും? ബൈ P&L 16,000. 40,000 ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ബാലൻസ് ഷീറ്റിൽ. 16,000 റൈറ്റ് ഓഫ് ചെയ്ത് ബാലൻസിങ് എത്ര ഉണ്ട് ബാലൻസ് ഷീറ്റിൽ? 24,000. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് 24,000. അടുത്ത വർഷം 3/10 റേഷ്യോയിൽ വേണം. അപ്പോൾ 40,000 ഇൻറ്റു 3/10 എത്രയാണ്? 12,000. ബാലൻസ് എത്രയുണ്ട്? 12,000. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷം. ഇനി അടുത്ത വർഷം 40,000 ഇൻറ്റു 2/10. അപ്പോൾ 8,000 റൈറ്റ് ഓഫ് ചെയ്തു. ബാലൻസ് 4,000 ഉണ്ട്. ലാസ്റ്റ് ഇയറിലേക്ക് ആ 4,000 ക്യാരി ഫോർവേഡ് ചെയ്തു. ലാസ്റ്റ് ഇയർ എങ്ങനെയാണ്? 40,000 ഇൻറ്റു 1/10, അതായത് 4,000. അങ്ങനെ നാലാമത്തെ വർഷം വന്നപ്പോൾ മുഴുവൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സും റൈറ്റ് ഓഫ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് നോർമലി ആനുവലി കൊടുക്കാൻ പറ്റും, ഹാഫ് ഇയർലി കൊടുക്കാൻ പറ്റും, ക്വാർട്ടർലി കൊടുക്കാൻ പറ്റും. നമ്മളുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ഡേറ്റ് പറഞ്ഞിട്ടില്ല, അതായത് ഇൻട്രസ്റ്റ് ഇന്ന ഡേറ്റുകളിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ, അതായത് ഏതാണോ ഫിനാൻഷ്യൽ ഇയർ ആ ഇയറിൻ്റെ എൻഡിൽ കൊടുക്കണം. അത് നമ്മുടെ അസംഷനാണ്. ഇവിടെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന ഡേറ്റിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ കലണ്ടർ ഇയർ ആണ് ഈ ക്വസ്റ്റ്യനിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ എൻഡിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള രീതിയിൽ.
അപ്പോൾ ആദ്യത്തെ വർഷം എത്രയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കുന്നത് 14% ഡിബഞ്ചേഴ്സ്, അതായത് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് മീൻ ചെയ്യുന്നത് അല്ലേ. ആ 14% എന്ന് പറഞ്ഞാൽ ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം 4 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഉണ്ട്, അതിൻ്റെ 14% എന്ന് പറഞ്ഞാൽ 56,000 അല്ലേ. അപ്പോൾ 56,000 ആദ്യം കൊടുക്കണം. 4 lakh ഇൻറ്റു 14% 56,000. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷാവസാനം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, P&L ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ P&L ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ P&L അക്കൗണ്ട് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എങ്ങനെ വരും ബൈ P&L 56,000. അപ്പോൾ ആ വർഷം നില്ലായിപ്പോയി. ഇനി രണ്ടാമത്തെ വർഷം വന്നു. രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് 4 ലക്ഷത്തിന് പ്രൊവൈഡ് ചെയ്യണോ വേണ്ട, എന്നുവെച്ചാൽ 1 ലക്ഷം നമ്മൾ കൊടുത്തു, ബാക്കി എത്രയേ ഉള്ളൂ 3 ലക്ഷം ഉള്ള ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 42,000 ആണ് 3 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് 14%. അത് P&L ട്രാൻസ്ഫർ ചെയ്തു വർഷാവസാനം 42,000. തേർഡ് ഇയർ വന്നപ്പോൾ 28,000 2 lakh ഉള്ളൂ, അത് P&L ട്രാൻസ്ഫർ ചെയ്തു. ലാസ്റ്റ് ഇയർ വന്നപ്പോൾ 1 ലക്ഷം രൂപയുള്ളൂ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ്, അതിന് 14%, 14,000 അതും P&L ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ട്. ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എൻട്രി ചെയ്യുന്നത്. ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് പീരീഡിൽ അല്ല മുഴുവൻ എമൗണ്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ ബേസിസ്, അതായത് മെത്തേഡ് നമ്പർ 2ൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 8. ഇല്ലസ്ട്രേഷൻ നമ്പർ 8 എന്താ പറയുന്നത്? ആർ ലിമിറ്റഡ് ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അറ്റ് 94% ഫോർ 1 lakh ഓൺ 1st April 2014. അതായത് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് എത്രയാണ് 94%, അതായത് 94,000 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്തത്. അതായത് 6% എന്തായിരിക്കും ഡിസ്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ 1 lakhൻ്റെ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 റുപ്പീസ്. 6,000 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് ആണ്, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 5 ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഓഫ് ₹20,000 ഈച്ച് ആയിട്ട് റീപേ ചെയ്യണം. അതായത് ഓരോ വർഷവും 20,000 രൂപ വെച്ച് റീപേ ചെയ്യണം. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഈ 1 ലക്ഷം രൂപ മുഴുവൻ എന്ത് ചെയ്യും റീപേ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്? മെത്തേഡ് നമ്പർ 2 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വർഷം ഒറ്റയടിക്കല്ല നമ്മൾ റീപേ ചെയ്യുന്നത്, ഓരോ വർഷവും 20,000 വെച്ചാണ് റീപേ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം, കമ്പനി ക്ലോസസ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓൺ കലണ്ടർ ബേസിസ്. കലണ്ടർ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 1 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, December 31 ക്ലോസ് ചെയ്യും. ഇവിടെ പക്ഷേ പ്രശ്നം 1st April 2014 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതായത് ഒരു വർഷം അക്കൗണ്ടിങ് തുടങ്ങി ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇത്തിരി കാൽക്കുലേഷൻസ് കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ പിന്നെ പറഞ്ഞേക്കുന്ന ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് എവറി അക്കൗണ്ടിങ് ഇയർ. അതായത് ഓരോ വർഷവും എത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം എന്നാണ് നിങ്ങളുടെ ചോദ്യം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് അറിയണം. ഡിസ്കൗണ്ട് എത്രയാണ്? 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സിന് 6% ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതായത് ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 6,000 ആണ് അല്ലേ. നിങ്ങൾക്ക് ആൻസറിൽ തന്നിട്ടുണ്ട് 6,000 റുപ്പീസാണ് ടോട്ടൽ ഡിസ്കൗണ്ട്. ഇനി ഇത് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണം? ഓരോ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ആ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ വർഷം എടുക്കാം, അതായത് ഇഷ്യൂ ചെയ്ത വർഷം April 2014. April 2014 ഇഷ്യൂ ചെയ്തു എന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന December 31, 2014. എത്ര മാസമുണ്ട്? 9 months ഉണ്ട് അല്ലേ. അപ്പോൾ ആ വർഷത്തെ ഈക്വൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh × 9/12, അതായത് 75,000. 1 lakh × 9/12 എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിലാണ്, പക്ഷേ നമ്മൾ ഓരോ വർഷവുമാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുമ്പോഴാണ് റൈറ്റ് ഓഫ് ചെയ്ത് പോകുന്നത് അല്ലേ. ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന ഇയർ ക്ലോസ് ചെയ്യുമ്പോഴാണ്, അല്ലാതെ എന്നാണോ ഇഷ്യൂ ചെയ്തത് അന്നല്ല. ആ വർഷത്തിൻ്റെ ഓരോ 12 months കഴിയുമ്പോഴല്ല റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഓരോ വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട എപ്പോഴാണ്? ഡിസംബറിലാണ്. പക്ഷെ 9 മാസത്തെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടുള്ളൂ. ആ 9 മാസത്തെ ഈക്വൽ എമൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ 1 lakh ഇഷ്യൂ ചെയ്തു, അതിൻ്റെ 9 മാസത്തെ ഈക്വൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000. അതെങ്ങനെയാണ്? 1 lakh × 9/12.
അപ്പോൾ 75,000 ആദ്യത്തെ 2014 ഇയർ 2014 75,000 കിട്ടി. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ 2015 വരുമ്പോൾ ജനുവരി 1 അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ജനുവരി 1 തുടങ്ങി ഫെബ്രുവരി മാർച്ച് 3 മാസം 1 lakh അല്ലേ, 1 lakh 3 മാസമുണ്ട്. ഇനി ഏപ്രിൽ 2014 ഇഷ്യൂ ചെയ്തു. ഏപ്രിൽ 2015 വരുമ്പോൾ 1 വർഷവും. 1 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്, റിഡീം ചെയ്യണം 20,000 രൂപ. 1 വർഷം കഴിയുമ്പോൾ ഇഷ്യൂ ചെയ്തിട്ട് 1 വർഷം കഴിയുമ്പോൾ റിഡീം ചെയ്യണം. പക്ഷെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എപ്പോഴും അക്കൗണ്ടിങ് എൻട്രീസ് ക്ലോസ് ചെയ്യുമ്പോൾ, അതായത് അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഇവിടെ റിഡീം ചെയ്യുന്നത് ഏപ്രിൽ 2015 ആണ്. അപ്പോൾ ഏപ്രിൽ 2015 തുടങ്ങി വരുമ്പോൾ 1 lakh എന്നുള്ള എത്രയാവും, ഏപ്രിൽ 2015 വരുമ്പോൾ 1 lakh 20,000 രൂപ നമ്മൾ കൊടുത്തു. ബാലൻസ് എത്ര ഉണ്ട്, 80,000 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 1 lakh 3 മാസത്തേക്ക് ഉണ്ടായിരുന്നു. ജനുവരി 2015, ഫെബ്രുവരി 2015, മാർച്ച് 2015. അപ്പോൾ അതിൻ്റെ ഈക്വൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിക്കാൻ 1 lakh into 3/12 25,000 കിട്ടും. പിന്നീട് ഏപ്രിൽ 2015 വന്നപ്പോൾ 20,000 കൊടുത്തു. ബാലൻസ് ഏപ്രിൽ മുതൽ ഡിസംബർ 31 2015 വരെ 80,000 ഉണ്ട്. ആ 9 മന്ത്സിന് കാൽക്കുലേറ്റ് ചെയ്യും. 80,000 into 9/12 60,000. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടി, 85,000. 2016 വന്നപ്പോൾ 80,000 3 മാസത്തേക്ക് ഉണ്ട്. ഇവിടെ 9 മാസത്തേ ഉള്ളൂ അല്ലേ. ഇനി ബാക്കി 3 മാസം കൂടി ഉണ്ട് 1 വർഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 80,000 into 3/12 20,000. ഇനി ഏപ്രിൽ വന്നു, 3 മാസം കഴിഞ്ഞ് ഏപ്രിൽ വന്നപ്പോൾ 20,000 രൂപ വീണ്ടും കൊടുത്തു. ബാലൻസ് എത്ര ഉള്ളൂ, 60,000. അത് 9 മാസത്തെ 45,000. 60,000 into 9/12 45,000. അതിൻ്റെ രണ്ടിൻ്റെ കൂടി 20,000 plus 45 65,000 ആണ് 2016 ഈക്വലൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ഇനി 2017 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, 2018 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. 19 വന്നപ്പോൾ അവസാനം 20,000 മാത്രമേ ഉള്ളൂ. അത് 3 മാസത്തേക്ക്, ജനുവരി 2019, ഫെബ്രുവരി 2019, മാർച്ച് 2019. 20,000 into 3/12 5,000. ഇതാണ് ഓരോ വർഷത്തെയും പ്രൊപ്പോർഷനേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലണ്ടർ ഇയറും അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡും ഇഷ്യൂ ചെയ്ത പീരീഡും തമ്മിൽ വ്യത്യാസം വന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഈക്വലൻ്റ് എമൗണ്ട് കണ്ടുപിടിച്ചു. ആദ്യം 75,000, 85,000, 65,000, 45,000, 25,000, 5,000. ഇത് ഓരോ വർഷത്തെയും 2014 മുതൽ 19 വരെ. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ എടുത്ത് തരാം. ഇത് നമുക്ക് 5 കൊണ്ട് ഡിവിസിബിൾ ആണ് എല്ലാ എമൗണ്ടും അല്ലേ. 75, 85, 65, 45, 25, 5,000. ഇത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ 15 കിട്ടും. 17, 13, 9, 5, 1. ഓരോ വർഷം ആനുവൽ എമൗണ്ടിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ഇനി നിങ്ങൾക്ക് ഈ 15, 17 കണ്ടുപിടിക്കണമെന്നില്ലെങ്കിൽ 75 തന്നെ വെച്ച് കണ്ടുപിടിക്കാനും പറ്റും, റേഷ്യോ ചെയ്യാനും പറ്റും. പ്രോബ്ലം ആൻസറൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടി റേഷ്യോ കണ്ടുപിടിച്ചു. ടോട്ടൽ ഡിസ്കൗണ്ട് 6,000 ആണെന്നും പറഞ്ഞു അല്ലേ. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ 6,000 ഓരോ വർഷം എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ വർഷം 6,000 into 15/60. 60 അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടലാണ്. 15 + 17 + 13 + 9 + 5 + 1. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള 6,000 ആണ്. അത് ആദ്യത്തെ വർഷം 6,000 into 15/60. രണ്ടാമത്തെ വർഷം 6,000 into 17/60. മൂന്നാമത്തെ വർഷം 6,000 into 13/60. അടുത്ത വർഷം 6,000 into 9/60. അതിൻ്റെ അടുത്ത വർഷം 6,000 into 5/60. ലാസ്റ്റ് 6,000 into 1/60. അപ്പോൾ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടും, പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് കിട്ടും. മെത്തേഡ് നമ്പർ 2 അനുസരിച്ചാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിലും ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതായത് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ട്. ആദ്യത്തെ വർഷം 2,500 കിട്ടി, രണ്ടാമത്തെ വർഷം 1,700, മൂന്നാമത്തെ വർഷം 1,300, നാലാമത്തെ വർഷം 900, അഞ്ചാമത്തെ വർഷം 500, ലാസ്റ്റ് വർഷം 100. ടോട്ടൽ ഇതിനെല്ലാത്തിനും വേണ്ടി ടോട്ടൽ 6,000. ഏറ്റവും അവസാനത്തെ വർഷം വരുമ്പോൾ 6,000 മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ജേണൽ എൻട്രി ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ജേണൽ എൻട്രി ചെയ്യുന്നില്ല. ഇനി അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഞാൻ പറഞ്ഞു, ഡിബെഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആനുവലി കൊടുക്കാം. ചിലപ്പോൾ കമ്പനി ഹാഫ് ഇയർലി ആയിരിക്കാം കൊടുക്കുന്നത്, അതായത് 6 മാസം കൂടുമ്പോൾ. ആദ്യത്തെ 6 മാസം കൊടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും, പിന്നെ 6 മാസം, പിന്നെ ക്വാർട്ടർലി ആവാം, 4 തവണയായിട്ട്, വർഷത്തിൽ 4 തവണയായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം.
അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ എൻട്രി ആദ്യം ഇടണം. ഡ്യൂ ആണ്, ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരാനുണ്ട് എന്നുള്ളതിൻ്റെ ഡ്യൂ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഇൻകം ടാക്സ് പേയബിൾ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇവിടെ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാണ് ഇൻകം ടാക്സ് പേയബിൾ. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറയുന്നൊരു കാര്യം അവിടെ വന്നേക്കുന്നത്. നമ്മൾ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ. ആ ടാക്സ് എന്നിട്ട് എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ടാക്സ് കമ്പനി പേ ചെയ്യും. അതായത് സപ്പോസ് 10,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, 10% ടാക്സ് എങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 10,000 രൂപ തന്നെ കൊടുക്കില്ല. അതിൽ നിന്ന് ടാക്സ് ആദ്യം 10% ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ 1,000 രൂപ. ബാക്കി 9,000 രൂപ ആർക്ക് കൊടുക്കുകയുള്ളൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. 1,000 രൂപ ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഗ്രോസ് എമൗണ്ട്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ 10,000 രൂപ ടു ഇൻകം ടാക്സ് പേയബിൾ, ഇൻട്രസ്റ്റിൻ്റെ 10% ഇൻകം ടാക്സ്. അപ്പോൾ 1,000 രൂപ. ഈ 10,000 മൈനസ് 1,000 നെറ്റ് എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 9,000. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആണെന്നുള്ള എൻട്രി നമ്മൾ ഇട്ടു. ഇനി പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എത്ര കൊടുക്കണം, 9,000 അല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ 9,000 ടു ബാങ്ക് 9,000. ഇനി ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. അത് എന്നാണോ ഇൻകം ടാക്സിന് പേ ചെയ്യുന്ന ആ ഡേറ്റിൽ എന്ത് എൻട്രി ഇടണം, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞൊരു എൻട്രിയും കൂടി ഇടണം. ഇനി ഈ ഡേറ്റ് ഇപ്പോൾ തന്നെയാണ്, രണ്ടും ഒരേ ദിവസം തന്നെയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരേ ദിവസമാണെങ്കിൽ ഒറ്റ എൻട്രിയിൽ ഇടാം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ ഒറ്റ എൻട്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതെന്നുണ്ടെങ്കിൽ 2 എൻട്രി ഇട്ടിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി. ഇൻകം ടാക്സ് പേയബിളിൻ്റെ കാര്യം ഒന്നും പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എൻട്രി മാത്രം ഇട്ടാൽ മതി, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഈ ജേണൽ എൻട്രി പാസ് ചെയ്യണം. ഇൻകം ടാക്സിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് മാത്രം മതി. ഓക്കെ, നമുക്കൊരു ഇല്ലസ്ട്രേഷനിലേക്ക് പോകാം, അതിനോട് ക്ലാരിറ്റി കിട്ടും. ഇല്ലസ്ട്രേഷനിൽ എന്താ പറയുന്നത്, എ കമ്പനി issued 12% debentures of face value of 2 lakh rupees at 10% discount on 1st January 2019. 12% debentures ഇഷ്യൂ ചെയ്തത്, അതായത് 12% ആണ് ഇൻട്രസ്റ്റ്, 2 lakh ആണ് ഫേസ് വാല്യൂ, പക്ഷേ 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതായത് 90 rupees, 100 rupeesൻ്റെ ഡിബഞ്ചേഴ്സ് 90 rupeesനാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. 1st January 2019 ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് എന്താ, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് 10% വാസ് പേയബിൾ ഓൺ 30th June and 31st December എവറി ഇയർ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 10% ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ വർഷവും 30 ജൂണിനും 31st ഡിസംബറിനും പേ ചെയ്യണം. ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ടാക്സിൻ്റെ പെർസെൻറ്റേജ് 10% ആണ് തന്നിട്ടുണ്ട്. ഇനി all debentures were to be redeemed after the expiry of 5 years at 5% premium. 5 വർഷം, അതായത് ഈ 2 ലക്ഷം രൂപ 5 വർഷത്തിന് ശേഷം മാത്രം റീപേ ചെയ്താൽ മതി. നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഓരോ വർഷവും ഇത്ര എമൗണ്ട് റീപേ ചെയ്യേണ്ട, ഇത് മുഴുവനായിട്ട് 5ാമത്തെ വർഷം റീപേ ചെയ്യണം. റീപേ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, 5% പ്രീമിയം കൊടുക്കണം. അതായത് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള സാധനം 105 രൂപ കൊടുത്ത് വേണം റീപേ ചെയ്യാൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ഇയർ 2019 ഇയറിലെ മാത്രം ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കലണ്ടർ ഇയർ ബേസിസിലാണ് ചെയ്യുന്നത്. അതായത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും, ഡിസംബറിൽ ക്ലോസ് ചെയ്യും അക്കൗണ്ട്സ്, അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിലൊക്കെ കിടക്കും. ആദ്യത്തെ ജേണൽ എൻട്രി എന്താ, ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി അല്ലേ. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, പക്ഷേ 90 rupeesനാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ബാങ്കിൽ എത്ര കിട്ടും, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 2000 × 90 1,80,000. ഇനി ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്ററിൽ എന്തൊക്കെ വരും, ഡിസ്കൗണ്ടും വരും, പ്രീമിയം അറ്റ് ദ ടൈം ഓഫ് റിഡംഷനും വരും. ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ്, 10 രൂപയാണ് ഡിസ്കൗണ്ട് അല്ലേ. ഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞാൽ 10 രൂപയാണ് ഡിസ്കൗണ്ട്. അപ്പോൾ 10 പ്ലസ് പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്, 5% പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ. അതായത് 100 രൂപയുടെ ഡിബഞ്ചറിന് 5% എന്ന് പറഞ്ഞാൽ 5 രൂപ അല്ലേ. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 10 ഡിസ്കൗണ്ടും 5 പ്രീമിയം ഓൺ റിഡക്ഷൻ, ടോട്ടൽ 15 അല്ലേ. 10 + 5 15 rupees. 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 2000 × 15 30,000 ലോസ്. ടു 12% ഡിബഞ്ചേഴ്സ് എപ്പോഴും ഫേസ് വാല്യൂ വരുള്ളൂ, 2000 × 100 12 lakh.
to premium on redemption of debentures. 2000 debentures ഉണ്ട്, 5 ആണ് പ്രീമിയം ഓൺ റിഡംഷൻ. ഇപ്പോൾ 2000 into 5 10,000. ഇതാണ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി വേറെ ട്രാൻസാക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഇനി ജൂണിലാണ് നടക്കുന്നത്. ജൂണിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എൻ്റെ എന്താ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ഗ്രോസ് എമൗണ്ട് കാണിക്കണം. ഗ്രോസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം എമൗണ്ട്. അപ്പോൾ 12% ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 2 lakh ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 lakh into 12% അല്ലേ? അതായത് 24,000 റുപ്പീസ്. പക്ഷേ ഇവിടെ ഹാഫ് ഇയർലി ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, അതായത് ഓരോ 6 മാസം കൂടുമ്പോൾ. അപ്പോൾ ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 lakh into 12/100 into 6/12. അപ്പോൾ 12,000 ഡിബഞ്ചർ ഡ്യൂ ആയിരിക്കുന്ന ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിരിക്കുന്ന 12,000 റുപ്പീസ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് 12,000 ഗ്രോസ് എമൗണ്ട് ടു ഇൻകം ടാക്സ് പേയബിൾ. എത്രയാണ്? 12,000ൻ്റെ 10% ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 12,000 into 10% 1,200. ബാക്കി നെറ്റ് എമൗണ്ട് അതായത് 12,000 minus 1,200 അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആയിട്ട് ഡ്യൂ ആണ് അല്ലേ, കൊടുക്കണം. 10,800 ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എയർ ചെയ്താൽ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10,800. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 10,800 മാത്രമേ ബാങ്ക് ത്രൂ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുകയുള്ളൂ. ഇനി അത് കൊടുക്കുമ്പോൾ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയിട്ട് എത്ര കൊടുക്കണം? 10,800. ഇനി ഈ ഇൻകം ടാക്സ് പേയബിൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് പേയബിൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ റിവേഴ്സ് ചെയ്യണം. ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ആയിട്ട് 1,200 ടു ബാങ്ക് 12,000 അല്ലേ? കമ്പനിയുടെ എന്തായാലും 12,000 ത്രൂ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് പോകും. എന്നുവെച്ചാൽ ഒന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം, ബാക്കി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എൻട്രി പാസ് ചെയ്തു. ആദ്യം ഡ്യൂ എൻട്രി പാസ് ചെയ്തു, പിന്നീട് പേയ്മെൻറ്റ് എൻട്രി പാസ് ചെയ്തു അല്ലേ? ജൂണിലാണ് നടക്കുന്നത് രണ്ടും. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്നാ? വീണ്ടും ഹാഫ് ഇയർലി വരുമ്പോൾ വീണ്ടും ഇൻട്രസ്റ്റ്. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ 31st December അല്ലേ? വീണ്ടും ഡ്യൂ എൻട്രി പാസ് ചെയ്യണം. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് 12,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 10,800 ടു ഇൻകം ടാക്സ് പേയബിൾ 1,200. ഡ്യൂ എൻട്രി പാസ് ചെയ്തു. അതുപോലെ തന്നെ പേയ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 10,800, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് അറ്റ് 1,200 ടു ബാങ്ക് അക്കൗണ്ട് 12,000. ഇനി ലോസ് ട്രാൻസ്ഫർ ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ? ലോസ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും അവസാനത്തെ വർഷം 5ാമത്തെ വർഷം 2 lakh ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ മെത്തേഡ് 1 ഉപയോഗിച്ച് റൈറ്റ് ഓഫ് ചെയ്യണം. അതായത് ഈക്വൽ ആയിട്ട് ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്യണം. ഇവിടെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്? നമ്മൾ 30,000 എന്നാണ് പറഞ്ഞേക്കുന്നത്. 5ാമത്തെ വർഷമാണ് റീപേ ചെയ്യുന്നത്. അപ്പോൾ 30,000 ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ്, അതായത് 5 വർഷം. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 30,000 ഡിവൈഡഡ് ബൈ 5. ഓരോ വർഷവും 6,000 രൂപ വെച്ച് റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ? അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 6,000 30,000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഈ ഡേറ്റിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ ബാലൻസ് ഷീറ്റിൽ എത്ര മാത്രമേ കാണൂ? 30,000 കാണില്ല. 30,000 minus 6,000 24,000 കാണുള്ളൂ. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ എൻട്രി ഏതാണ്? ഇനി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് വർഷാവസാനം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നോമിനൽ അക്കൗണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിലേക്ക് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെ വരും? ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു വരും അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എത്രയാണ്? ജൂണിൽ 12,000, ഡിസംബറിലും 12,000, ടോട്ടൽ 12,000 കൊടുത്തു, 24,000 കൊടുത്തു അല്ലേ? അപ്പോൾ ടോട്ടൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. P&L അക്കൗണ്ട് ആയിട്ട് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 24,000. ഇതാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി. ഇനി ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഇവിടെ ഒരു ഇൻകം ടാക്സ് പേയബിൾ ഉണ്ട് അല്ലേ? ഇൻകം ടാക്സ് പേയബിൾ ഉടനെ തന്നെ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. അതായത് ഇമീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താനുള്ളതാണ്, പക്ഷേ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഇവിടെ നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പേയ്മെൻറ്റ് നടത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് നടത്തില്ല, പേയ്മെൻറ്റ് നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഈ 31st December ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിൽ ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞൊരു എമൗണ്ട് കൂടി വരും. ഇവിടെ പേ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ 1,200 + 1,200 2,400 വന്നാണ്. പേ ചെയ്തില്ല, ഇവിടെ പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലയബിലിറ്റി ഒന്നുമല്ല, ലയബിലിറ്റി നമ്മൾ അപ്പോൾ തന്നെ പേ ചെയ്തു. അപ്പോൾ അവിടെ ഒരു വിഷയമില്ല, ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും എന്നുള്ള വിഷയമില്ല. ഇവിടെ ഓൾറെഡി പേ ചെയ്തു. പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് ലയബിലിറ്റിയിൽ ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി
ഇതാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെയും ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇതോടുകൂടി ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഈ പ്രോബ്ലം ചെയ്തു നോക്കുക. പ്രത്യേകിച്ച് തൊട്ട് മുന്നത്തെ പ്രോബ്ലം വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്. അത് രണ്ട് അക്കൗണ്ടിങ് പീരീഡ് അല്ല അക്കൗണ്ടിങ് പീരീഡ് കലണ്ടർ ഇയർ ബേസിസിലും ഇഷ്യൂ ചെയ്യുന്ന ഏപ്രിൽ 2014 കിടക്കുന്നത്. അപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണെന്ന് പറയാം.